അങ്ങനെ നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ 3ാമത്തെ വീഡിയോ ആണിത്. രാത്രി ഞങ്ങൾ നല്ല സുഖമായിട്ടൊക്കെ ഉറങ്ങി. അതേ രാവിലെ തന്നെ എണീറ്റു. എല്ലാവർക്കും എണീക്കാൻ നല്ല മടിയാട്ടോ, നല്ല തണുപ്പാണേ. അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിനൊക്കെ എണീറ്റു, ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ണൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ട കാഴ്ചയായിട്ട് ഇത്. നിറച്ചും കുരങ്ങന്മാർ ആ മുറ്റത്തുള്ള മരത്തേലും കമ്പിയിലും, പിന്നെ ഞങ്ങളുടെ കാറ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ കാറിൻ്റെ മീതെയും ഇവന്മാരിങ്ങനെ ഓടി ഓടി കളിക്കുകയാണ്. രാത്രിയിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ നല്ല നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് എല്ലായിടും. ഇപ്പോൾ രാവിലെ വലിയ മഴയൊന്നുമില്ല, എന്നാലും ചെറിയൊരു വെറ്റായിട്ടാണ് എല്ലാം കിടക്കുന്നത്. 8 മണി മുതൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ പോയി കഴിക്കാം. അപ്പോൾ ഞങ്ങളിത് വേഗം റെഡിയായി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് താഴേക്ക്. എന്തൊരു പറഞ്ഞമാരാ ഞാൻ കൂട്ടം വരണ്ട കേട്ടോ, ഒരു കൂട്ടം വരണ്ടേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നുള്ളൂ. ഇപ്പൊ ജസ്റ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെറിയൊരു മഴയുടെ ഒരു അന്തരീക്ഷമാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. രാത്രി നല്ല മഴയായിരുന്നു, പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ചാറ്റില്. ഹോഴ്സ് റൈഡ് ഉണ്ട് ഇവിടെ. 100 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ചുറ്റാം. ആർക്കാ താല്പര്യമുള്ള പോവാൻ? ഇടം കയറണ്ടാ? കേറിക്കോടാ, ഞാൻ കേറിക്കൂ. അല്ല നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് കയറാം. തന്നെ കയറാൻ പറ്റില്ല. പുറത്തേക്ക് വന്നോ കൊരങ്ങിനെ കാണണേ. വണ്ടി ചാർന്ന് കെട്ടിയടിച്ചു വീണ് തെന്നിപ്പോയി. കുഞ്ഞു കൊരങ്ങൻ എവിടെ ഇരിക്കണ്? ഏടാ ഏടാ കൊരങ്ങൻ പോയി പിടിച്ചടാ. അങ്ങോട്ട് പോകും. ആ വണ്ടി നീ വണ്ടിയിലേക്ക് ആടും, ഈ വണ്ടി ആ വണ്ടിയിലേക്ക് ആടും. ആ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് തെന്നി വീണെങ്കിൽ അത് ഊഞ്ഞാലാടി കളിക്കാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോടിയാടും, അവിടുന്ന് ഇങ്ങോടിയാടും. വീടിന്റെ ചുറ്റും കുരങ്ങ് കുരങ്ങുകൾ തന്നെ ഇവിടെ എല്ലാം. അപ്പൊ നമ്മള് പോവാല്ലേ? അയറിനിപ്പുണ്ട് അതിന്റെ അകത്ത്. അയറിൽ കുരങ്ങൻ. നമ്മുടെ ആന്റീനോട് ചോദിക്കണമെങ്കിൽ ആ അത് എത്തിക്കാം. അങ്ങനെയൊന്നും ചെയ്യല്ലേ. എത്തിക്കാടും.
ഒരാള് വന്നപ്പോ എല്ലാരും കൂടെ വന്നി. അമ്മയും മക്കളൊക്കെ വരുന്നുണ്ട്. ആന്റിനെ കടിച്ചിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. എടുച്ചേ എടു എന്താ ഇവിടെ പണി? അതിന്റെ സിബൊക്കെ ഊരി 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 നശിപ്പിക്കണം. ചെക്കൗട്ട് ചെയ്തു. റൂമിൽ നിന്ന് ഞങ്ങളിവിടെ അതിന്റെ റിസപ്ഷന്റെ അവിടെ വന്നിട്ടുണ്ട്. എവിടേക്കാ പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. പറ്റാവുന്നിടത്തോളം ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് പോകാം. ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഉമാരകത്ത് കയറും. ഈ വണ്ടിയുടെ മുകളിൽ മുഴുവൻ കുരങ്ങന്മാരാണ്. തട്ടല്ലേ, കുരങ്ങന്മാര് മുഴുവൻ ഓടി കിടക്കണം. അപ്പൊ ഗ്ലാസ് മൊത്തം അടച്ചിട്ടിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവര് ഗ്ലാസ് എവിടെയും തുറന്നു കഴിഞ്ഞാൽ അപ്പൊ അകത്ത് കയറും. അപ്പൊ അതേ ഞങ്ങള് കയറുവാണ്. ചേട്ടനത് ഇവിടെ ബില്ലൊക്കെ കഴിഞ്ഞ് പോകുന്നു. കോരങ്ങന്മാരെ കൊണ്ട് രക്ഷയില്ലേ കഴിഞ്ഞാലും സെറ്റിലായ റെസ്റ്റോറന്റിൽ വലിയ പൈസ ഒന്നും ആയിട്ടില്ല. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ജസ്റ്റ് റൂം റെന്റ് എത്രയായിരുന്നു? റൂം റെന്റ് 2,500 എക്സ്ട്രാ ബെഡ് 500. പിന്നെ ഇന്നലെ വൈകുന്നേരം ഡിന്നറും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ് 180 രൂപ പെർ പേഴ്സൺ. അപ്പം പുട്ട് അവിടെയുള്ള എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ 10 ചപ്പാത്തി, കറി എല്ലാം കൂടി 1045. ഒരു ദിവസത്തെ സ്റ്റേ, അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു ഡിന്നർ എല്ലാം കൂടി ഉൾപ്പെടെ ഒരു എക്സ്ട്രാ ബെഡ് എല്ലാം ഉൾപ്പെടെ 4045 രൂപ. അതായത് നമുക്ക് ഒരു സാധാരണക്കാർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റിസോർട്ടുമാണ്. ഇപ്പൊ വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നമുക്കെല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഫുഡും വലിയ തെറ്റില്ല, അത്ര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡും ഇതൊക്കെ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ഇവിടെ പോവാണ്. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെല്ലിയാമ്പതി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എവിടേക്കെന്നൊന്നും വ്യക്തമായിട്ടുള്ള ധാരണകൾ ഇപ്പൊ ഇല്ല. പറ്റാവുന്നിടത്തോളം എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യണം. പുറത്തേക്ക് പോണ വഴി. അപ്പൊ എല്ലാരും റെഡി സ്റ്റഡി ഗോ. വണ്ടി പോട്ടെ. നമ്മള് തിരിച്ച് കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗി ഇഷ്ടമുള്ള മറ്റേ അരളിച്ചെടി ഇവിടെ ഇഷ്ടം പോലെ. അത് ഇവിടെ നല്ല എല്ലാ റിസോർട്ടിലും ഉണ്ടാവും അരളിച്ചെടി. ഇപ്പഴല്ല അത് ഇത്ര വിഷമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയത്. സ്നോയൊക്കെ ഇവിടെ വീഡിയോയിൽ എത്രത്തോളം വരണ്ടെന്ന് അറിയില്ല, എന്നാലും പരമാവധി നമുക്ക് എടുക്കാം. സൂപ്പറാന്നൊക്കെ ഇവിടെ 10:11 എന്നിട്ട് എന്തൊരു ഭംഗിയാ. നല്ലോണം തേയിലേക്ക് അവിടെ പോയേക്കാം. ഈ റിസോർട്ടിലേക്കുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, ഒന്നും പറയാനില്ല. കിഡിലൻ ആംബിയൻസ് ആണ്, കിഡിലൻ ആംബിയൻസ്, അടിപൊളി ആംബിയൻസ്, ഒന്നും പറയാനില്ല. റിസോർട്ടിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് റിസോർട്ടിലേക്കുള്ള ആ ഒരു വഴിയാണ്, പ്ലാന്റേഷൻ. എന്താ ഭംഗി നോക്കി, എന്റെ പൊന്നേ, ഒന്നും പറയാനില്ല, സൂപ്പർ. അതിന്റെ ഇടയിൽ ഒരു ലേക്ക് കണ്ടാ, ഒരു ലേക്ക് ചെറുതായിട്ട് കാണാൻ പറ്റണ്ട. അതെ, മോനെ കാണിച്ചു തരാട്ടാ. അപ്പൊ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സീതാകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. ഒരു ഓഫ് റോഡ് ഫീലൊക്കെയാണ് ഇവിടെ സംഭവം. എന്തായാലും ഞങ്ങളുടെ കാർ കയറി പോന്നിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടല്ലേ. വേറെ വഴി ഉണ്ട് അവിടെ, പക്ഷെ നമ്മളിപ്പോ ഇതിലേ പോകുന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, ഇവിടെ കുറെ വണ്ടികളൊക്കെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. സീതാകുണ്ട് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം വ്യൂ പോയിന്റ് തന്നെ. അതേ അങ്ങോട്ട് നോക്കി ആൾക്കാരൊക്കെ പോണോക്കി, വേണ്ട ആൾക്കാര് പോകുന്നു. അപ്പൊ ഇവിടെ നടക്കാനുണ്ട് മുന്നോട്ട്.
വാവ് സൂപ്പർ. എന്റെ അമ്മേ സൈഡിൽ വരും കേട്ടോ. നമ്മളെ വർത്താനം കേട്ടത് രണ്ടെണ്ണുണ്ടാ? വാവ് ഒന്ന് പീലി വിടുത്തടാ, പീലി വിടുത്തടാ. പിന്നെ അങ്ങോട്ട് തോന്നണ സമയത്ത് വീല് എടുത്തില്ല. അത് എന്നാലും ഈ സാധനം കൊണ്ട് നടക്കാൻ അതിനൊരു മടുപ്പില്ലേ? എന്ത് ചെയ്യാൻ ഊരി വെക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും ദൂരം ഇങ്ങനെ കൊണ്ടു നടക്കാൻ. ഈ മയിൽ തന്നെ ഇരിക്കുന്ന നേരത്തെ അന്ന് വട്ടം ചാടിയത്. എന്നാ നമുക്ക് വേണ്ടി പാവം മയിലിന് സങ്കടം ഉണ്ടോ, നമ്മള് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. പോവാം. എവിടേക്കാ നമ്മൾ എത്തിയ? ഓറഞ്ച് തോട്ടത്തിലേക്ക് ഇറങ്ങണം അല്ലേ? ഓറഞ്ച് എനിക്ക് 10 രൂപ. അതെ ഇവിടെ ടിക്കറ്റ് എടുക്കണേ. വെണ്ടയ്ക്ക ആ ഇതേടി ആനക്കൊമ്പൻ വെണ്ട കണക്കിടി എന്ത് രസം നോക്കി. ഇതാണ് ഈ ആനക്കൊമ്പൻ. ആ വിത്ത് കിട്ടും അവിടെ. ആനക്കൊമ്പൻ. ഇത് വെജിറ്റബിൾ ഫാം. മഴക്കാരുണ്ട് കേട്ടോ ചെറുതായിട്ട്. കുട എടുക്കണോ? നാരങ്ങ ഉണ്ടാകുന്നുണ്ട്. കടലാസിന്റെ മിക്സ് നോക്കി. എൻ്റെ അമ്മേ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കലർത്തി, എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വളർത്തിക്കണം. ആ അതന്നെ കടലാസ് ഇങ്ങനെ കടലാസ് പടരും. ഇത് കൊള്ളത്തില്ല, ചെറുതാണ്. ഇതാണ് ഓറഞ്ച് തോട്ടം തോന്നണം. ആ അതാണ്. പക്ഷെ ഓറഞ്ച് ഒന്നും ഇല്ല ഇപ്പൊ, സീസൺ അല്ല. അവിടെയാണ്, അങ്ങോട്ട് പോകും. ആമ്പൽത്തോട്ടം. നല്ല മഴത്തുള്ളികളൊക്കെ മേത്തേക്ക് തെറിക്കണല്ലേ. മഴയല്ല, നല്ല ഫോഗി. ഇതിവിടെ ചെറി കായ്ച്ചിട്ടുണ്ട് നന്നായിട്ട്. മൂത്തിട്ടില്ല. വേണ്ട ഇതാ ഇടാ ചെറിപ്പഴം കണ്ടാ. പറിക്കാൻ പാടില്ല, പറിച്ചു കഴിഞ്ഞാൽ ഒരു വഴുക്ക് പറയും.
മരത്തിന്റെ മുകളിലാണ് നീ നിക്കണേട്ടാ. മരത്തിന്റെ മുകളിലാണ്ടാ നിങ്ങൾ നിക്കണേ. ഈരത്തോട്ടം, ഓറഞ്ച് തോട്ടം എന്ന് പറയല് മാത്രമേ ഉള്ളൂ. ഓറഞ്ചിന്റെ മരമുണ്ട്. ഇതൊക്കെ പ്ലാവുകളാണ്, നല്ല ഹൈബ്രിഡ് പ്ലാവുകൾ. പക്ഷെ ഓറഞ്ച് ഒന്നുമില്ല, ആമ്പലുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ചീരയാണ്. ചീരയുടെ തന്നെ വെറൈറ്റികൾ ഒത്തിരി ഉണ്ട്. ഓ, ഇതൊരു കോടയാണ്. ആ മരം നോക്കി, കോടയുടെ ഉള്ളിൽ. മരത്തിന്റെ ഭംഗിയല്ല, മരം ആ കോടയുടെ ഉള്ളിൽ നിന്നിട്ട് എന്തൊരു ഭംഗി. ആമ്പൽക്കുളം എന്നാണല്ലോ എഴുതിയേക്കണേ. ആണാ? എന്തായാലും ഭംഗിയാണ്, സൂപ്പർ. ആമ്പൽക്കുളം, ഇതല്ല അമ്പൽക്കുളം. ഇറങ്ങും വഴി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചു. ചെറി, ചെത്തി, കോഴിവാലൻ, ഹൈഡ്രാഞ്ചിയ, അങ്ങനെ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചു. എല്ലാത്തിനും 50 രൂപയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോകുന്നത് മലമ്പുഴയ്ക്കാണ്. ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.